സ്മാർട്ടും ആക്കാക്ക ഇനിയുള്ള കാലത്ത് അതാ വർക്കൗട്ട് ആവുള്ളൂ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ചൈനയിലുള്ള ഒരു ഫാക്ടറി ആട്ടോ. നിങ്ങൾക്ക് കാണാം എൻ്റെ ബാക്ക് സൈഡായിട്ട് ഫാക്ടറി ഉണ്ട്. ഇവിടെ ഇതിൻ്റെ ഓണേഴ്സ് ഒക്കെ ഉണ്ട്. ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യലായിട്ട് ഒരു മെറ്റീരിയൽ ഒരു മെഷീനെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വേറെ ഒന്നുമില്ല, ഇത് നമ്മുടെ സാധാ നോർമൽ നമ്മുടെ പ്ലാസ്റ്ററിങ് നടക്കുന്ന സമയത്ത് കോൺക്രീറ്റ് സ്പ്രേ ചെയ്യുന്ന മെഷീൻ ആട്ടോ. അതായത് ഇപ്പോൾ നോർമലി നമ്മുടെ നാട്ടിൽ നിന്നാണ് സാധാരണ നോർമലി നമ്മൾ മാൻ പവർ വെച്ചിട്ട് യൂസ് ചെയ്യാറല്ലേ, അതൊന്നുകൂടി ഫാസ്റ്റ് ചെയ്യാൻ അതൊന്നും ടൈം ലാഭിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെഷീനാണ് സ്പ്രേയിങ് മെഷീൻ. അതേപോലെ ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്ലാസ്റ്ററിങ് അല്ലെങ്കിൽ സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ തേക്കണ മെഷീൻ എന്ന് പറയില്ല നമ്മൾ, ആ ഒരു മെഷീനാണ്. ഇതിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നോർമലി നമുക്ക് ഒരു റൂമൊക്കെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയ കവർ ചെയ്യാൻ നല്ല ടൈം എടുക്കും. ഇപ്പൊ ഇവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹവറിൽ 1000 സ്ക്വയർ ഫീറ്റ്, ഒരു മണിക്കൂറിൽ 1000 സ്ക്വയർ ഫീറ്റ് ഇതിൽ ഏറ്റവും ഇത് തേക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. അതും ഒരു സിംഗിൾ മാൻ പവർ കൊണ്ട് മാത്രം. അതിൽ ഓപ്ഷൻ കണ്ടില്ലേ, പൊക്കാന്, സ്റ്റോപ്പ് ചെയ്യാൻ, അത് താത്താന്, ഇതിന്റെ പൊസിഷൻ റെഡിയാക്കാൻ, എമർജൻസി സ്റ്റോപ്പ്, പവർ ഇൻഡിക്കേറ്റർ. ഇതിനൊരു മോണിറ്റർ ഉണ്ട്, ഒരു ഇംഗ്ലീഷിലായിരിക്കും ഇതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ വരിക. നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്താണ് വരുന്നത്. ലൈക്ക് ദീസ്, ഇത് കണ്ടില്ല, ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ അകത്തുള്ള ബാക്കി കാര്യങ്ങൾ വരുന്നത്. ഇതിൻ്റെ മോട്ടർ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതുപോലെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മെഷീൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇമ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ വർക്ക് എന്ത് ചെയ്യുക, സ്മൂത്ത് ആക്കുക, സ്മാർട്ട് വർക്ക് ഇറക്കുക, സ്മാർട്ടും ആക്കുക. ഇനിയുള്ള കാലത്ത് അതാ വർക്കൗട്ട് ആവുള്ളൂ. ഹാർഡ് വർക്കിൻ്റെ കാലം കഴിഞ്ഞു. നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ വർക്കിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ സ്മാർട്ട് ആകുന്നു, അത്രയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫീൽഡിൽ പിടിച്ചേക്കാൻ പറ്റും, അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ബിസിനസ് ഐഡിയാസും പ്രൊഡക്ട്സും കിട്ടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ടപ്പ് ഐഡിയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോളോ ചെയ്യുക. ഓക്കെ.